ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഹിബിസ്കസ് അഥവാ നമ്മുടെ ചെമ്പരത്തി പൂവാണ് വരയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഈ ഒരു പൂവിന് ചെമ്പരത്തി എന്നൊരു പേര് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇംഗ്ലീഷിൽ ഹിബിസ്കസ് എന്നല്ലാതെ ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഷൂ ഫ്ലവർ. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ചെമ്പരത്തീനെ ഷൂ ഫ്ലവർ എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില രാജ്യങ്ങളിൽ ഇതിൻ്റെ പൂവിൻ്റെ ഇതളുകൾ വെച്ചിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് അത്രേ. അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നണ്ട. നമ്മൾ ഇതിൻ്റെ പൂവും ഇലയൊക്കെ വെച്ചിട്ട് നമ്മൾ തല കഴുകാൻ യൂസ് ചെയ്യാറുണ്ട്. ഓർമ്മയില്ലേ, നമ്മൾ താളി, ചെമ്പരത്തി കൊണ്ട് താളി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും അതിന് ഓരോ യൂസാണ്. ഇപ്പോൾ ചെമ്പരത്തി ഭയങ്കര മെഡിസിനൽ ക്വാളിറ്റീസും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെമ്പരത്തിയുടെ ചായ, ചെമ്പരത്തിയുടെ സ്ക്വാഷ് ഒക്കെ ആളുകൾ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് എനിക്ക് തോന്നുന്ന പൂവും കായും എല്ലാം, കായല്ല ലീഫ് എല്ലാം ഒരുപാട് മെഡിസിനൽ കാര്യങ്ങൾക്ക് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ എണ്ണ കാച്ചാനൊക്കെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ പൂവൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ചെമ്പരത്തി ഒരുപാട് ടൈപ്പ് കളേഴ്സിൽ കണ്ടിട്ടുണ്ട്. റെഡ്, പിങ്ക്, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ പീച്ച്, അങ്ങനെ ഒരുപാട് കളേഴ്സിൽ നമ്മൾ ചെമ്പരത്തിപ്പൂ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇതളുകൾ കൊണ്ട് ഡിഫറൻസ് കണ്ടിട്ടുണ്ട്. അതായത് കട്ട ചെമ്പരത്തിയും ഈ സിംഗിൾ ഇതൾ, അതായത് 5 ഇതൾ ഉള്ള ചെമ്പരത്തി. പണ്ടൊക്കെ അമ്മച്ചി പറയാറുണ്ട്, ആളുടെ വീട്ടിൽ 10-15 ടൈപ്പ് ചെമ്പരത്തിപ്പൂ ഉണ്ടായിട്ടുണ്ടെന്ന്, ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് ടൈപ്പും. ഇച്ചിരി പൊക്കത്തിൽ വളരുന്നതും ഇപ്പം ചട്ടിയിലായിട്ട് ഒരു ഷ്രബ് പോലെ വളരുന്ന ചെമ്പരത്തിയും ഇപ്പോൾ കാണാറുണ്ട്. ഈ ചെമ്പരത്തിക്ക് ഒരു സീക്രഡ് ഇതും കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുസിൻ്റെ ഇടയിൽ അവർ പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ ചെമ്പരത്തി യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈവൻ ഭഗവാന് മാല കെട്ടാനൊക്കെ ചെമ്പരത്തി പൂ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മലയാളികളുടെ ഇടയിലും ഇത്രയും എന്താ പറയുക, ഒരു അക്സെപ്റ്റൻസ് കിട്ടിയ വേറൊരു പൂവില്ലെന്ന് തോന്നുന്നു. എന്തിനും മലയാള സിനിമയിലെ പാട്ടുകളിൽ വരെ നമ്മുടെ ചെമ്പരത്തി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഈ അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സജഷൻ പറഞ്ഞത് ആര്യയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ മറ്റൊരു പൂവായിട്ട് വരാം. അപ്പോൾ ബൈ.